ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഞങ്ങൾ അൽഹംദുലില്ലാ നന്നായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ജബൽ ജെയ്സ് വ്ളോഗാണ്. അപ്പോൾ ജബൽ ജെയ്സിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് നമുക്ക് ഈ ഒരു വ്ളോഗിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാം. ജബൽ ജെയ്സ് അല്ലെങ്കിൽ ജബൽ ബിൽ ഐസ് എന്നൊക്കെ പറയുന്ന യു എയുടെ ഹയസ്റ്റ് മൗണ്ടെയിൻ നോർത്ത് വെസ്റ്റേൺ ഹജർ റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് കറി എന്ത് ഫുഡ് കഴിച്ചു മാതോ? മീനും ചൂണിയും പിന്നെ ദോശം കഴിച്ച് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കറി കയറിയിട്ട് ഇപ്പോൾ വീട് റൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ജബൽ ജെയ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോർഷൻ, അതായത് ടോപ്പ് പോർഷൻ ഒമാനിലും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പോർഷൻ റാസൽ കൈമയിലുമാണ് കിടക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ സമ്മിറ്റ് എലിവേഷൻ എന്ന് പറയുന്നത് 1934 മീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പീക്ക് വരുന്നത് ഒമാൻ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ ഒരു ഹയസ്റ്റ് പീക്കിൽ എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈന് ഇതാ ഈ ഒരു ജബൽ ജെയ്സിലാണ്. പിന്നെ വ്യൂയിങ് ഡക്ക് പാർക്ക് ഉണ്ട് ജബൽ ജെയ്സിൽ തന്നെ. പിന്നെ ജെയ്സ് അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അങ്ങനെ കുറേ അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സൺറൈസ് കാണാൻ എന്നൊക്കെ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് നല്ലൊരു ക്ലൗഡി ഡേ ആണ്. അപ്പോൾ ഒരു മഴ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 16, 2025 ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയത്. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ നമ്മൾ മരവിച്ച് പോകുന്നൊരു തണുപ്പില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു തണുപ്പുള്ളൊരു ടൈമായിരുന്നു. ഇവിടെ നൈറ്റൊക്കെ കൂടുതലും ആളുകൾ വരുന്നത് ക്യാമ്പ് ചെയ്യാനും പിന്നെ ക്യാമ്പ് ചെയ്തിട്ട് ആ ടെൻറ്റിൽ കിടന്നുറങ്ങി രാവിലെ സൺറൈസ് കാണാനും പിന്നെ ഫാമിലി മൊത്തം ഗ്രില്ല് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങളിവിടെ വരുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അൻസൽക്ക കംപ്ലീറ്റ്ലി ഒരു മൗണ്ടെയിൻ പേഴ്സൺ ആണ്. ആൾക്ക് ഇതുപോലെ മൗണ്ടെയിനിൽ പോയിട്ട് ആ ഒരു ഹൈറ്റിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴും അല്ലെങ്കിൽ അത് ആ ഒരു ഫീല് കിട്ടുമ്പോൾ ഭയങ്കര മനസ്സമാധാനമാണെന്നാണ് പറയാറ്. എനിക്കും ഇഷ്ടമാണ് ഇതുപോലെ ട്രാവൽ ചെയ്യാനൊക്കെ. പക്ഷെ എനിക്ക് മൗണ്ടെയിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ബീച്ചിൽ പോകാനാണ്. പിന്നെ നേരം വെളുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ആടുകൾ വരും. അപ്പോൾ അവർ മെയിനായിട്ട് വരുന്നത് ആളുകൾ ഇതേപോലെ കുബൂസോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാണുന്നതാണ് ജബൽ ജെയ്സ് വ്യൂയിങ് ഡക്ക് പാർക്ക്. അവിടെ 5 ദിർഹംസ് ആണ് ഒരാൾക്ക് എൻട്രി ഫീസ്. ഇതിൻ്റെ മേലെ എത്തിയിട്ടുള്ള ഈ ഒരു വ്യൂ ഭയങ്കര മെസ്മറൈസിങ് ആണ്. ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു ഇന്നർ പീസ് കിട്ടും. ക്യാമറയിലൂടെ എത്ര ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ ആ ദൂരെ അങ്ങനെ മലയുടെ സൈഡിലായിട്ട് കോട കാണുന്നുണ്ട്. അപ്പോൾ ആ കോട ഇവിടെ എത്തണം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ മൊത്തം കോട മഞ്ഞ് പെയ്ത് ആ ഒരു കോട മഞ്ഞ് എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ് അൻസൽക്ക പറയുന്നത്. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ നിൽക്കുന്നതാണ് മൂപ്പര് പറയുന്നത്. അങ്ങനെ കോടയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുതായി മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. മഴ ചാറി തുടങ്ങിയപ്പോൾ ശരിക്കും ജബൽ ജെയ്സിൽ ആ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ഫുള്ള് മാറി. ശരിക്കും വേറൊരു വൈബായി മാറി. താഴ്ത്താൻ പറ്റണില്ലേ ഇക്ക? ഒന്ന് താഴ്ത്തേണ്ടിയിരുന്നില്ല. നല്ല മഴ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മലയാളികൾ പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അത് ഉള്ളത് എൻജോയ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ അതാ 2 പിള്ളേർ അവിടെ നല്ല തകർത്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. മലയുടെ മേളിൽ മഴ പെയ്യുന്നത് ശരിക്കും 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം അത്രയും രസമാണ്. മഴ കുറച്ച് ശക്തിയായപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് താഴത്തെ വ്യൂ പോയിന്റിൻ്റെ അവിടെ കാറ് നിർത്തി. ഇത്ര നേരം മഴ അങ്ങനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, മഴ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങി മഴച്ചാറിലൊക്കെ കൊണ്ട് വിഷുവിന് ഓൾറെഡി തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ള കാരണം വിഷുവിനെ ഇറക്കിയിട്ടില്ല.
നമ്മളുടെ നോർമൽ ക്ലൈമറ്റിനേക്കാളും ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അധികം നേരമൊന്നും മഴ ഉണ്ടായില്ല, കുറച്ച് നേരം കഴിഞ്ഞേക്കന്നെ ഇതാ ഇതുപോലെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മഴയൊക്കെ കൊണ്ട് പിന്നെ ആ ഒരു വെയിൽ വന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് നവംബർ 17, 2024 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നും യാത്ര ജബൽ ജയ്സിലേക്കാണ്. അപ്പം ഞങ്ങൾ മിക്കതും രാത്രി ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരെ ജബൽ ജയ്സിൽ പോവും. എന്നിട്ട് അവിടുന്ന് സൺറൈസൊക്കെ കണ്ട് തിരിച്ചു വന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ജബൽ ജയ്സിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അത്ര അധികം ഞങ്ങൾ ജബൽ ജയ്സിൽ പോയിട്ടുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ജബൽ ജയ്സിന് പകരം നെല്ലിയാമ്പതി ആവും, അത്ര ഡിഫറൻസ് ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അജ്മാൻ നുഐമിയിലുള്ള പാനൂർ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 1:30 എത്തിയതാണ് അവിടെ. എന്നിട്ട് ലാസ്റ്റ് ഫുഡ് കിട്ടിയത് 3 മണിയാകുമ്പോഴാണ്. നാടൻ ബീഫ് കറി, ചിക്കൻ 65, ഫ്രൈഡ് റൈസ്, ഇടിയപ്പം, പൊറോട്ട, ഇത്രയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ട്രിപ്പിലേക്ക് കടന്നു. നിലാവുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മലകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിലാവിൽ കുളിച്ച് നിൽക്കുന്ന മലനിരകൾ എന്നൊക്കെ പറയില്ലേ, സാഹിത്യപരമായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാ ഒരു കിഡിലൻ സൺറൈസ് കണ്ടു. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കണ്ട അതേ ഒരു രൂപത്തിലായിരിക്കില്ല പിന്നെ പിറ്റത്തെ പ്രാവശ്യം കാണുമ്പോൾ. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ബ്യൂട്ടി, എല്ലാത്തിനും ഒരു ബ്യൂട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഇതിപ്പോൾ നവംബർ മാസം ആയതുകൊണ്ട് തന്നെ വിൻ്ററിൻ്റെ തുടക്കമാണ്. അത് കാരണം വലിയൊരു തണുപ്പില്ല, പക്ഷെ എന്നാൽ ചെറിയ നല്ല സുഖമുള്ള ഒരു തണുപ്പുണ്ടേനും. ജബൽ ജയ്സിൽ സമ്മറിൽ ഒഴികെ വിൻ്ററിൽ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ടെൻ്റ് അടിച്ചിട്ടും ക്യാമ്പ് ചെയ്തിട്ടൊക്കെ ആയിട്ട് സൈഡിലും എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജബൽ ജയ്സ് വ്ളോഗ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ നിങ്ങളൊരു മൗണ്ടെയിൻ പേഴ്സൺ ആണോ ബീച്ച് പേഴ്സൺ ആണോ അതും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.